കഥകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജനൽ ചില്ലുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികളെ നോക്കി മീര ആ വലിയ മുറിയുടെ ഒരു മൂലയിലിരുന്നു. കഴുത്തിലെ താലിമാലയും കൈകളിലെ വളകളും അവൾക്ക് വലിയൊരു ഭാരമായി തോന്നി. മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ വീട്ടിലേക്ക് അവൾ വലതുകാൽ വച്ച് കയറിയത്. എല്ലാവരും സന്തോഷത്തിലായിരുന്നു, അവൾ ഒഴികെ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മീര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആദർശാണ്. വിവാഹ വസ്ത്രങ്ങൾ മാറി ഒരു ടീഷർട്ടും മുണ്ടുമാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. മീരയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ തൻ്റെ ലാപ്ടോപ്പ് ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചു. നീ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. ഗൗരവത്തിലുള്ള അവൻ്റെ ശബ്ദം ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചു. മീര ഒന്നും മിണ്ടിയില്ല. എന്ത് പറയണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തിരക്കുകളിൽ ജീവിക്കുന്ന ആദർശിന് ഈ വിവാഹം വെറുമൊരു ചടങ്ങ് മാത്രമായിരുന്നു എന്ന് അവൾക്ക് തോന്നി. നമുക്കിടയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വാക്കു തരുന്നു. പെട്ടെന്ന് ആദർശ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. ലാപ്ടോപ്പും സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ തുടർന്നു. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. നിനക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ വെറും സുഹൃത്തുക്കളായി അല്ല, ഒരേ മുറി പങ്കിടുന്ന രണ്ട് അപരിചിതരായി ഇവിടെ തുടരും, അത്രമാത്രം. അവൻ്റെ വാക്കുകൾ മീരയ്ക്കൊരു ആശ്വാസമായാണ് തോന്നിയത്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നോവ് പടർന്നു. ഒരു പെണ്ണിൻ്റെ സ്വപ്നങ്ങളിലെ വിവാഹ ജീവിതം ഇങ്ങനെയല്ലല്ലോ എന്ന ചിന്ത അവളെ വേദനിപ്പിച്ചു. എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. മീര തൻ്റെ ശബ്ദം പതറാതെ സൂക്ഷിച്ചു. ആരോടും പരാതിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ആദർശ് ഒന്ന് മൂളി. പിന്നെ മുറിയിലെ ലൈറ്റുകൾ അണച്ചു. ടേബിൾ ലാമ്പിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവൻ ജോലിയിൽ മുഴുകി. മീര കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നു. ആ മുറിയിൽ അപ്പോൾ കേട്ടിരുന്നത് മഴയുടെ ശബ്ദവും ആദർശിൻ്റെ കീബോർഡിലെ വിരലുകളുടെ ശബ്ദവും മാത്രമായിരുന്നു. രണ്ടുപേരും ഒരേ മുറിയിലുണ്ടായിട്ടും അവർക്കിടയിൽ വലിയൊരു കടൽ ഇരുമ്പുന്നുണ്ടായിരുന്നു. പുലർച്ചെ ജനൽപ്പാളികൾക്കിടയിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശം മീരയുടെ മുഖത്ത് തട്ടി. പരിചിതമല്ലാത്ത മുറി, പരിചിതമല്ലാത്ത ഗന്ധം. പെട്ടെന്നൊരു ഞെട്ടലോടെയാണ് താൻ നിൽക്കുന്ന സാഹചര്യം അവൾ ഓർത്തത്. അടുത്തു നോക്കിയപ്പോൾ കട്ടിലിൽ ആദർശില്ല. ലാപ്ടോപ്പ് ടേബിളിൽ ചാരി വെച്ചിട്ടുണ്ട്. അവൻ എപ്പോഴോ എഴുന്നേറ്റ് പോയിരിക്കുന്നു. മീര വേഗം കുളിച്ചൊരു കസവ് സാരി എടുത്ത് താഴേക്ക് ചെന്നു. പൂമുഖത്ത് ആദർശിൻ്റെ അച്ഛൻ പത്രം വായിച്ചിരിപ്പുണ്ട്. അടുക്കളയിൽ നിന്ന് അമ്മയുടെയും ആദർശിൻ്റെ അനിയത്തി അഞ്ജലിയുടെയും ചിരി കേൾക്കാം. ആഹാ, മീരമോളും എഴുന്നേറ്റോ? ആദർശ് നേരത്തെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി. ശാരദ സ്നേഹത്തോടെ അവളെ അടുത്തേക്ക് വിളിച്ചു. മോളെ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോകേണ്ടതാണ്. അവൻ ഇപ്പോൾ വരും. അപ്പോഴാണ് മുറ്റത്ത് കാർ വന്നു നിന്നത്. ട്രാക്ക് സൂട്ടിൽ വിയർത്ത് കുളിച്ചാണ് ആദർശ് ഇറങ്ങിയത്. മീരയെ കണ്ടതും അവൻ ഒന്ന് നിന്നു. അവളുടെ ആ വേഷം, നെറ്റിയിലെ കുറിയും ആഭരണങ്ങളും അവളെ കൂടുതൽ സുന്ദരിയാക്കിയിട്ടുണ്ടെന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചുപോയി. പക്ഷേ മുഖത്ത് ആ പാവം തെളിയാൻ അവൻ സമ്മതിച്ചില്ല. ആദർശ്, നീ വേഗം റെഡിയാകൂ, അമ്പലത്തിൽ പോകാൻ സമയമായി, അച്ഛൻ വിളിച്ചു പറഞ്ഞു. എനിക്കിന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അച്ഛാ, ആദർശ് മറുപടി നൽകി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മീരയും കൂട്ടി പോയിട്ട് വാ. അച്ഛൻ്റെ സ്വരം കടുപ്പമേറിയതായിരുന്നു. മറുത്തു പറയാൻ കഴിയാതെ ആദർശ് മീരയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു തരം നിസ്സംഗതയായിരുന്നു. താൻ കാരണം അവൾക്ക് വീട്ടുകാരുടെ മുന്നിൽ നാണക്കേടുണ്ടാകണ്ട എന്ന് കരുതിയാകണം അവൻ സമ്മതിച്ചു. അമ്പലത്തിലേക്കുള്ള യാത്രയിൽ കാറിനുള്ളിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ആദർശ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് സൈഡ് മിററിലൂടെ അവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു. മീര പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. വീട്ടുകാരുടെ മുന്നിൽ നമ്മൾ കുറച്ചെങ്കിലും സന്തോഷത്തിലാണെന്ന് കാണിക്കേണ്ടി വരും, ഡ്രൈവിങ്ങിനിടയിൽ ആദർശ് പറഞ്ഞു. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ആ മുഖത്തെ ഗൗരവം ഒന്ന് മാറ്റാമോ? മീര ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമായിരുന്നു. അഭിനയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആദർശ്, പക്ഷേ അത് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയാണെന്ന് മാത്രം ഓർക്കുക. അമ്പലത്തിലെത്തിയപ്പോൾ ആദർശ് അവളുടെ കൈ പിടിച്ചു.
ആ സ്പർശനം മീരയിൽ ഒരു ചെറിയ മിന്നൽ പിണറുണ്ടാക്കി. വർഷങ്ങളായി പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്കെന്ന പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു നടന്നു. പുറമേ നോക്കുന്നവർക്ക് അവർ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദമ്പതികളായിരുന്നു. എന്നാൽ ആദർശിൻ്റെ കയ്യിലെ മുറുക്കം മീരയ്ക്ക് നൽകിയത് ഒരു തരം സുരക്ഷിതത്വമല്ല, മറിച്ച് ഒരു കരാറിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. പ്രദർശനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വയോധികനായ പൂജാരി അവർക്ക് പ്രസാദം നൽകി പറഞ്ഞു, നല്ല ചേർച്ചയുള്ള ദമ്പതികൾ, ഈ ഐക്യം എന്നും ഉണ്ടാകട്ടെ. ആദർശും മീരയും പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ പ്രണയമുണ്ടായിരുന്നില്ല, പകരം നമുക്ക് എത്ര കാലം ഇങ്ങനെ അഭിനയിക്കാൻ കഴിയും എന്ന ചോദ്യം മാത്രമായിരുന്നു. അമ്പലത്തിൽ നിന്നുള്ള മടക്കയാത്രയിൽ അവർക്കിടയിൽ വലിയ സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തിയ ഉടനെ ആദർശ് തൻ്റെ പതിവ് ബിസിനസ് തിരക്കുകളിലേക്ക് കയറി. മീരയാകട്ടെ ആ വലിയ വീട്ടിലെ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അഞ്ജലി മീരയുടെ അടുക്കിലേക്ക് ഓടിയെത്തി. മീര ചേച്ചി, നമുക്കിന്ന് വൈകുന്നേരം പുറത്തു പോയാലോ? ചേച്ചി വന്നതിൻ്റെ ആഘോഷമായി ഒരു ഡിന്നർ. അഞ്ജലിയുടെ നിർബന്ധത്തിന് മുന്നിൽ മീരയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ആദർശ് വരുമോ എന്നതായിരുന്നു അവളുടെ സംശയം. വൈകുന്നേരം ആദർശ് വന്നപ്പോൾ അഞ്ജലി ഈ കാര്യം അവതരിപ്പിച്ചു. ആദ്യം ഒന്നും അടിച്ചെങ്കിലും അമ്മയുടെ നിർബന്ധം കൂടിയായപ്പോൾ അവന് സമ്മതിക്കാതെ വയ്യെന്നായി. നഗരത്തിലെ തിരക്കേറിയ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ഇരുന്നു. അഞ്ജലി നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ആദർശ് ഇടയ്ക്കിടെ ഫോണിൽ മെസ്സേജുകൾ നോക്കുന്നുണ്ടെങ്കിലും മീരയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അധികം സംസാരിക്കുന്നില്ല. പക്ഷേ അഞ്ജലിയുടെ തമാശകൾ കേട്ടവൾ ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം ആദർശ് ആദ്യമായി ശ്രദ്ധിച്ചു. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു. കാറിലേക്ക് കയറാൻ ഓടുന്നതിനിടയിൽ മീരയുടെ കാല് വഴുതി. വീഴാൻ പോയ അവളെ ആദർശ് താങ്ങിപ്പിടിച്ചു. ഒരു നിമിഷം അവർക്കിടയിൽ കാലം നിശ്ചലമായതുപോലെ. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. മീരയുടെ ശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു. രശ്മിയുടെ സാന്നിധ്യം വീട്ടിലൊരു അസ്വസ്ഥതയായി തുടർന്നു. ആദർശിൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്ന നിലയിൽ അവൾ പലപ്പോഴും അവൻ്റെ മുറിയിലേക്കും ഓഫീസിലേക്കും അധികാരത്തോടെ കടന്നുചെന്നു. മീര ഇതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ നടിച്ചെങ്കിലും സ്വന്തം വീട്ടിൽ താനൊരു അതിഥിയെപ്പോലെയാകുന്നത് അവളെ വേദനിപ്പിച്ചു. ഒരു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്ന മീര കണ്ടത് ലിവിംഗ് റൂമിലിരുന്ന് ആദർശും രശ്മിയും പഴയ ആൽബങ്ങൾ നോക്കി ചിരിക്കുന്നതാണ്. ആദർശ്, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഗോവയിൽ പോയപ്പോൾ നീ എനിക്ക് തന്ന ആ പ്രോമിസ്? രശ്മി അവൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. ആദർശ് മറുപടി പറയാൻ തുടങ്ങി. മീരയെ കണ്ടത്. അവൻ പെട്ടെന്ന് കൈമാറ്റി എഴുന്നേറ്റു. മീര, നീ വന്നോ? മീരയൊന്ന് തലയാട്ടി മുകളിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നാൽ രശ്മി അവളെ തടഞ്ഞു. മീര, ആദർശിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നീ വന്നതിൽ പിന്നെ അവൻ ഭയങ്കര സീരിയസ് ആയി തോന്നുന്നു. പാവ, അവനെ ഇങ്ങനെ ബോറടിപ്പിക്കല്ലേ. മീര നടന്നു. അവൾ പതുക്കെ രശ്മിയുടെ അടുത്തേക്ക് നടന്നു. രശ്മി, ആദർശിൻ്റെ പഴയ കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇന്നവൻ എൻ്റെ ഭർത്താവാണ്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അതിൽ പുറത്തുനിന്നൊരാൾ വന്ന് അഭിപ്രായം പറയേണ്ടതില്ല. രശ്മിയുടെ മുഖം ചുവന്നു. അവൾ ആദർശിനെ നോക്കി. ആദർശ് ഒന്നും മിണ്ടിയില്ല. അത് രശ്മിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. രാത്രി മുറിയിലെത്തിയപ്പോൾ ആദർശ് മീരയും തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ? മീര ചോദിച്ചു. നീ ഇന്ന് രശ്മിയോട് സംസാരിച്ചത് എനിക്കിഷ്ടപ്പെട്ടു, ആദർശ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. സത്യത്തിൽ അവളോട് എനിക്കങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. അവൾ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങൾ മടിക്കേണ്ടി വരുന്നത് അവൾക്ക് നിങ്ങളോട് പഴയ എന്തോ ഉണ്ടെന്ന തോന്നലുള്ളതുകൊണ്ടാണ്. മീര കട്ടിലിലിരുന്നു. ആദർശ് അവളുടെ അരയിൽ വന്നിരുന്നു. എനിക്കവളോടൊന്നുമില്ല മീര, അത് നിനക്ക് മനസ്സിലാകില്ലേ? നമ്മുടെ ഈ വിവാഹം അത് ആർക്കോ വേണ്ടിയാണെന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ. അവനൊന്ന് നിർത്തി. ഇപ്പോൾ എന്താ? മീര അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങുന്നു ഈ വിവാഹം നടന്നത് നന്നായെന്ന്. നിന്നെപ്പോലെ ഒരാളെ എനിക്കല്ലാതെ കിട്ടില്ലായിരുന്നു. ആദർശ് ആദ്യമായി തൻ്റെ ഉള്ളിലെ ഇഷ്ടം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു. മീരയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾ മറുപടി പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ വന്ന മാറ്റം ആദർശ് തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി.
പക്ഷെ ആ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല. ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു ഫോട്ടോ മെസ്സേജായി വന്നു. അത് മീരയുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഒന്നായിരുന്നു. ഫോട്ടോ കണ്ട ആദർശിൻ്റെ മുഖം പെട്ടെന്ന് വിളറി. ആദർശിൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് മീര പരിഭ്രമിച്ചു. എന്തു പറ്റി ആദർശ്? ആരുടെ മെസ്സേജാണിത്? അവൾ ചോദിച്ചു. ആദർശ് ഒന്നും മിണ്ടാതെ ഫോൺ അവൾക്ക് നേരെ നീട്ടി. സ്ക്രീനിൽ കണ്ട ഫോട്ടോ കണ്ട് മീര തരിച്ചുപോയി. വർഷങ്ങൾക്ക് മുൻപ് മീരയും അവളുടെ പഴയ സുഹൃത്തും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത്. ഫോട്ടോയ്ക്ക് താഴെ ഒരു വരിയും ഉണ്ടായിരുന്നു. നിന്റെ ഭാര്യയുടെ പഴയ പ്രണയത്തെക്കുറിച്ച് നിനക്കറിയാമോ? ആദർശ്, ഇത് മീരയുടെ ശബ്ദമിടറി. ഇത് നിന്റെ പഴയ സുഹൃത്തല്ലേ? നീ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ? ആദർശിൻ്റെ സ്വരത്തിൽ സംശയവും വേദനയും കലർന്നിരുന്നു. എന്തുകൊണ്ട് നീ ഇതെന്നോട് പറഞ്ഞില്ല? നമ്മൾ അപരിചിതരായിരുന്നപ്പോൾ എനിക്ക് ഇതൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ പരസ്പരം വിശ്വസിച്ചു തുടങ്ങാമെന്ന് കരുതിയ നിമിഷം തന്നെ ഇത് വന്നത്. ഞാൻ പറയാൻ വിചാരിച്ചതാണ് ആദർശ്, പക്ഷേ അത് പണ്ടേ അവസാനിച്ച ഒന്നാണ്. വീട്ടുകാർ എതിർത്തപ്പോൾ ഞാനത് അവിടെ ഉപേക്ഷിച്ചതാണ്. മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ അയാൾ ഇപ്പോഴും നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ ഫോട്ടോ ഇപ്പോൾ അയക്കാൻ ആരാണ് താല്പര്യപ്പെടുന്നത്? ആദർശ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ആ രാത്രി അവർക്കിടയിൽ വീണ്ടും ആ പഴയ മൗനം പടർന്നു. പക്ഷേ പഴയ മൗനം പോലെ ആയിരുന്നില്ല ഇത്. ഇതിൽ വേദനയും സംശയവും നിറഞ്ഞു നിന്നു. മീര ഫോട്ടോ അയച്ചത് രശ്മി തന്നെയാകുമെന്ന് അവൾ ഉറപ്പിച്ചു. തങ്ങൾക്കിടയിൽ ഉടലെടുത്ത സ്നേഹം തകർക്കാൻ അവൾ കണ്ടെത്തിയ വഴിയാണിത്. അടുത്ത ദിവസം രാവിലെ ആദർശ് മീരയോട് സംസാരിക്കാതെ ഓഫീസിലേക്ക് പോയി. മീര സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് അഞ്ജലി അടുത്തേക്ക് വന്നത്. ചേച്ചി, എന്തു പറ്റി? ഏട്ടൻ എന്തിനാ ഇത്ര ദേഷ്യത്തിൽ പോയത്? മീര കാര്യങ്ങൾ അഞ്ജലിയോട് പറഞ്ഞു. അഞ്ജലി ആ ഫോട്ടോ പരിശോധിച്ചപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചു. ചേച്ചി, ഈ ഫോട്ടോ എടുത്തത് ഏട്ടൻ്റെ ഓഫീസിലെ ആരെങ്കിലും ആണോ? ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് ഏട്ടൻ്റെ കമ്പനിയുടെ ലോഗോ ഉള്ള ഒരു കവറാണല്ലോ. മീര അമ്പരന്നു. രശ്മി മാത്രമാകില്ല ഇതിന് പിന്നിൽ, മറ്റാരോ കൂടി ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ആദർശിനെ ചതിക്കാൻ ബിസിനസ്സിൽ ആരോ ശ്രമിക്കുന്നുണ്ട്. ആ ചതിക്ക് മീരയുടെ ഭൂതകാലത്തെ അവർ ആയുധമാക്കുകയാണ്. വൈകുന്നേരം മീര നേരെ ആദർശിൻ്റെ ഓഫീസിലേക്ക് പോയി. അവൾ വരുമെന്ന് ആദർശ് കരുതിയിരുന്നില്ല. അവൻ അവളെ കാണാൻ വിസമ്മതിച്ചെങ്കിലും മീര നിർബന്ധപൂർവ്വം അവൻ്റെ ക്യാബിനുള്ളിലേക്ക് കയറി. നിങ്ങൾക്കെന്നെ വിശ്വസിക്കണ്ടെങ്കിൽ വേണ്ട ആദർശ്, പക്ഷേ എന്നെ കരുവാക്കി നിങ്ങളെ തകർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ശ്രമിക്കൂ, മീര തറപ്പിച്ചു പറഞ്ഞു. അതേസമയം രശ്മി ആദർശിൻ്റെ ക്യാബിനിലേക്ക് ചിരിച്ചുകൊണ്ട് കടന്നു വന്നു. ആദർശ്, ആ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണ്ടേ? ഈ പെൺകുട്ടിയോട് വഴക്കിട്ട് സമയം കളയണോ? മീര രശ്മിയെ രൂക്ഷമായി നോക്കി. രശ്മി, ഈ ഫോട്ടോ അയച്ചത് നീയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അയച്ചയാൾ എൻ്റെയും ആദർശിൻ്റെ ഇടയിൽ മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, ആദർശിൻ്റെ കമ്പനിയുടെ രഹസ്യങ്ങൾ കൂടി ചോർത്തുന്നുണ്ട്. ആദർശ് ഞെട്ടിപ്പോയി. അവൻ ഉടൻ തന്നെ സെക്യൂരിറ്റി ടീമിനെ വിളിപ്പിച്ചു. മീരയുടെ ആത്മവിശ്വാസം അവനെ ചിന്തിപ്പിച്ചു. ആദർശിൻ്റെ ക്യാബിനിൽ ഒരു കനത്ത നിശബ്ദത പടർന്നു. മീരയുടെ വാക്കുകൾ കേട്ട് രശ്മിയുടെ മുഖത്ത് ഒരു നിമിഷം ഭയം മിന്നിമറിഞ്ഞത് ആദർശ് ശ്രദ്ധിച്ചു. അവൻ ഉടൻ തന്നെ തൻ്റെ IT വിഭാഗത്തിലെ വിദഗ്ധനെ വിളിച്ചു. ഈ മെസ്സേജ് വന്ന IP അഡ്രസ് ഒന്ന് ട്രാക്ക് ചെയ്യണം, ഇപ്പോൾ തന്നെ, ആദർശ് ആജ്ഞാപിച്ചു. രശ്മി പതിയെ പിന്മാറാൻ നോക്കിയെങ്കിലും ആദർശ് അവളെ തടഞ്ഞു. രശ്മി, നീ എവിടെ പോകുന്നു? സത്യം എന്താണെന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാമല്ലോ. 10 മിനിറ്റിനുള്ളിൽ മറുപടി വന്നു. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് രശ്മിയുടെ പേഴ്സണൽ ലാപ്ടോപ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ അടുത്ത മാസത്തെ പ്രധാന ബിസിനസ് പ്ലാനുകൾ മറ്റൊരു എതിരാളി കമ്പനിക്ക് ഇമെയിൽ ചെയ്തതും അതേ IP അഡ്രസ്സിൽ നിന്നാണെന്ന് വ്യക്തമായി. ആദർശ് തകർന്നുപോയി. തന്നെ സ്നേഹിക്കുന്നു എന്ന് നടിച്ച സുഹൃത്ത് തന്നെ ചതിക്കുകയായിരുന്നു. അവൻ രശ്മിക്ക് നേരെ തിരിഞ്ഞു. നീ എന്തിനാണിത് ചെയ്തത് രശ്മി? ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു. രശ്മി പൊട്ടിത്തെറിച്ചു. വിശ്വാസമോ? നിനക്ക് നിന്നോടും നിന്റെ ബിസിനസ്സിനോടും മാത്രമേ സ്നേഹമുള്ളൂ ആദർശ്. ഞാൻ നിനക്ക് വേണ്ടി എത്ര കാത്തിരുന്നു. പക്ഷേ നീ വീട്ടുകാർ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഈ പെണ്ണിനെ കെട്ടി. എനിക്ക് നിന്നെ കിട്ടില്ലെങ്കിൽ പിന്നെ നിന്നെ തകർക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയ രശ്മി അവിടെ നിന്നും മാറ്റി. അവർ പോയി കഴിഞ്ഞപ്പോൾ ആദർശ് തളർച്ചയോടെ തൻ്റെ കസേരയിലിരുന്നു. അവൻ മീരയെ നോക്കി. അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള പരിഭവമായിരുന്നില്ല, മറിച്ച് സഹതാപമായിരുന്നു. മീര,
ആദർശ് എഴുന്നേറ്റു അവളുടെ അരികിലേക്ക് വന്നു. എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. നിന്റെ സത്യസന്ധതയെ ഞാൻ സംശയിച്ചു. പുറത്തു നിന്ന് ഒരാൾ പറഞ്ഞത് കേട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ വേദനിപ്പിച്ചു. പ്രിയപ്പെട്ടവൾ എന്ന വാക്ക് കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു കുളിർമ പടർന്നു. സാരമില്ല ആദർശ്, ഏതൊരു ബന്ധത്തിലും തുടക്കത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ, മീര ശാന്തമായി പറഞ്ഞു. ആദർശ് പതുക്കെ മീരയുടെ മുഖം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ സംശയിക്കില്ല. ഈ ബിസിനസ് തിരക്കുകളും ഒക്കെ എനിക്ക് വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി എനിക്ക് നിന്നെ വേണം മീര. ആദ്യമായി ആദർശ് മീരയുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ ചുംബനത്തിന് പ്രണയത്തിൻ്റെ മധുരവും ഒപ്പം ഒരു പുതിയ തുടക്കത്തിൻ്റെ ഉറപ്പവും ഉണ്ടായിരുന്നു. അവർക്കിടയിലുണ്ടായിരുന്ന മൗനത്തിൻ്റെ മതിലുകൾ പൂർണ്ണമായും തകർന്നു വീണു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറിൽ അവർ കൈകൾ കോർത്തു പിടിച്ചിരുന്നു. പുറത്തു പെയ്യുന്ന മഴയ്ക്കിപ്പോൾ പഴയ തണുപ്പില്ലായിരുന്നു, മറിച്ച് അത് പ്രണയത്തിൻ്റെ സംഗീതം പോലെ അവർക്ക് തോന്നി. ആ സംഭവത്തിന് ശേഷം ആദർശിലും മീരയിലും വലിയ മാറ്റങ്ങൾ വന്നു. ആദർശ് തൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിലും മീരയ്ക്കായി സമയം കണ്ടെത്താൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ അവർ ഒന്നിച്ച് നടക്കാൻ പോയി. പാട്ടുകൾ കേട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരിക്കൽ പരസ്പരം വെറുത്തിരുന്ന ആ മുറി ഇപ്പോൾ അവരുടെ ചിരികൾ കൊണ്ട് നിറഞ്ഞു. ഒരു മാസത്തിനു ശേഷം മീരയുടെ ജന്മദിനം വന്നു. ആദർശ് അത് സർപ്രൈസായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. അഞ്ജലിയും അമ്മയും ചേർന്ന് വീട് മുഴുവൻ അലങ്കരിച്ചു. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്ന മീര കണ്ടത് ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന വീടാണ്. അവൾ പേടിയോടെ അകത്തേക്ക് കയറിയതും പെട്ടെന്ന് ലൈറ്റുകൾ തെളിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ മീര, എല്ലാവരും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു. ആദർശ് ഒരു ചെറിയ പെട്ടി അവൾക്ക് നേരെ നീട്ടി. അതിനുള്ളിൽ മനോഹരമായ ഒരു വജ്ര മോതിരമായിരുന്നു. ഇത് നിനക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ്. നമ്മുടെ ജീവിതത്തിലെ പുതിയ തുടക്കത്തിൻ്റെ അടയാളമായി ഇത് നീ ധരിക്കണം. ആദർശ് അവളുടെ കൈവിരലിൽ ആ മോതിരം അണിയിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അവർ ബാൽക്കണിയിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിന്നു. മീര ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആദർശ് അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു. എന്താണ്? അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നമ്മുടെ വിവാഹം നടന്ന ദിവസം നീ എന്നെ എത്രത്തോളം വെറുത്തിരുന്നു? മീര ഒന്ന് ചിരിച്ചു. വെറുപ്പായിരുന്നില്ല ആദർശ്, അതൊരു പേടിയായിരുന്നു. നിങ്ങളെപ്പോലെ ഗൗരവക്കാരനായ ഒരാളെ കൂടെ എങ്ങനെ ജീവിക്കും എന്നോർത്ത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഗൗരവത്തിന് പിന്നിൽ ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഒരു ഹൃദയമുണ്ടെന്ന്. ആദർശ് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്ത ഏറ്റവും നല്ല കാര്യം ഈ വിവാഹമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വെറും പണമുണ്ടാക്കുന്ന ഒരു യന്ത്രത്തെ പോലെ ആകുമായിരുന്നു. നമ്മൾ പ്രണയിച്ചു തുടങ്ങാൻ വൈകിപ്പോയോ ആദർശ്? മീര ചോദിച്ചു. ഒരിക്കലുമില്ല. ചില പ്രണയങ്ങൾ വൈകിപ്പോക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ വാടാതെ എന്നും നിലനിൽക്കും. ആദർശിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ തണുത്ത കാറ്റിൽ അവർ പരസ്പരം നോക്കി നിന്നു. ഇഷ്ടമില്ലാതെ തുടങ്ങിയ ആ യാത്ര ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ കഥയായി മാറിയിരിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം അവർക്കൊന്നിച്ച് സഞ്ചരിക്കാനുണ്ട്. പരസ്പരം തണലായി തണലായി.